നമസ്തേ, ഞാൻ മായ ജയമോഹൻ. ഈ വീഡിയോയിലെ ഗ്രഹങ്ങളുടെ ചക്രവർത്തിയായ സൂര്യൻ്റെ മിഥുനം രാശി സംക്രമണത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. 2025 ജൂൺ മാസം 15-ാം തീയതി സൂര്യൻ മിഥുനം രാശിയിലേക്ക് പ്രവേശിക്കുകയാണ്. 2025 ജൂലൈ മാസം 16-ാം തീയതി വരെ സൂര്യൻ മിഥുനം രാശിയിൽ ഉണ്ടായിരിക്കുകയും ചെയ്യും. അപ്പോൾ നമുക്കറിയാം, മിഥുനം രാശിയിൽ ഇപ്പോൾ വ്യാഴവും ബുധനും ഇരിക്കുകയാണ്. ആ വ്യാഴത്തോടും ബുധനോടും ഒപ്പമാണ് സൂര്യൻ മിഥുനം രാശിയിലേക്ക് കടക്കുന്നത്. എന്നാൽ ജൂൺ മാസം 22-ാം തീയതി ബുധൻ മിഥുനം രാശിയിൽ നിന്നും, സ്വന്തം രാശിയായിട്ടുള്ള മിഥുനം രാശിയിൽ നിന്നും കർക്കിടകത്തിലേക്ക് മാറുകയാണ്. അപ്പോൾ ജൂൺ 22 വരെയുള്ള സമയം ഈ സൂര്യനും ബുധനും വ്യാഴവും കൂടി മിഥുനം രാശിയിലുണ്ടാകും. ജൂൺ 22-ന് ബുധൻ രാശി മാറിപ്പോവുകയാണ്. അപ്പോൾ അതിനുശേഷം സൂര്യനും വ്യാഴവും കൂടി ജൂലൈ മാസം 16-ാം തീയതി വരെ മിഥുനം രാശിയിൽ ഉണ്ടായിരിക്കും. അപ്പോൾ ജൂലൈ മാസം 16-ാം തീയതി വരെ ഉള്ള സമയത്തിൽ, അതായത് ജൂൺ 10 വരെയുള്ള സമയത്തും വ്യാഴത്തിൻ്റെ സ്ഥിതി അത്ര ഗുണകരമല്ല. കാരണം സൂര്യൻ പാപനായ സൂര്യനുമായിട്ട് ചേരുമ്പോൾ വ്യാഴം അസ്തമിച്ചു പോവുകയാണ്, വ്യാഴത്തിൻ്റെ പ്രഭ മങ്ങിപ്പോവുകയാണ്. സൂര്യന് മാത്രമേ അപ്പോൾ പ്രവർത്തിക്കാനായിട്ട് കഴിയുകയുമുള്ളൂ. അപ്പോൾ ഈ ഒരു മാറ്റം, സൂര്യൻ്റെ മിഥുനം രാശി സംക്രമണം 12 രാശിക്കാരായ നക്ഷത്രക്കാർക്കും എന്തെല്ലാം ഫലങ്ങളാണ് നൽകുക എന്ന് പറയാം. അശ്വതി ഭരണി കാർത്തിക ആദ്യ കാൽഭാഗത്തിൽപ്പെട്ട മേടം രാശിക്കാരുടെ 5-ാം ഭാവത്തിൻ്റെ സ്വാമിയായ സൂര്യൻ 3-ാം ഭാവത്തിലൂടെ സഞ്ചരിക്കുകയാണ്. അപ്പോൾ മേടം രാശിക്കാരെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ സൂര്യൻ്റെ ഈ സംക്രമണം ഗുണപരമാണ്. കാരണം ഐശ്വര്യ വർധനവ് ഉണ്ടാകുന്ന സമയമാണ്. അതുപോലെ തന്നെ നമുക്ക് സാമ്പത്തികമായിട്ട് എന്തെങ്കിലും നേട്ടങ്ങൾ കിട്ടുന്ന ഒരു സമയമാണ്. ഉദാഹരണത്തിന്, സർക്കാരുമായിട്ട് ബന്ധപ്പെട്ട് ലോണുകൾ അപ്ലൈ ചെയ്തിരിക്കുന്ന ആൾക്കാർ, ഗ്രാൻറ്റുകൾ കിട്ടുന്നതിനുള്ള ആൾക്കാർ, പെൻഷനുകൾ ആദിയായ കാര്യങ്ങൾ സർക്കാരിൻ്റെ വകുപ്പിൽ നിന്ന് കിട്ടുന്നതിനൊക്കെ എക്സ്പെക്റ്റ് ചെയ്തിരിക്കുന്ന ആൾക്കാർക്ക് വളരെ അനുകൂലമായിട്ടുള്ള ഒരു സമയമാണ്. ഇതൊക്കെ കിട്ടുന്നതിന് 100% സാധ്യതയുള്ള ഒരു സമയമാണ് ഇത് എന്ന് പറയാം. സാമ്പത്തിക നേട്ടം, അതുപോലെ തന്നെ സുഖങ്ങൾ, ഐശ്വര്യങ്ങൾ, എന്തെങ്കിലും ആർഭാടങ്ങൾ, ഇതൊക്കെ ഉണ്ടാകുന്നതിന് സാധ്യതയുള്ള ഒരു സമയമാണ്. കുഞ്ഞുങ്ങളെ കൊണ്ട് സന്തോഷകരമായ വാർത്തകൾ കേൾക്കുന്നതിന് സാധിക്കും. അതായത് കുട്ടികളുടെ എന്തെങ്കിലും റിസൾട്ടുകൾ കേട്ട് നമ്മൾ സന്തോഷിക്കുക, അല്ലെങ്കിൽ കുട്ടികളുമായിട്ട് ബന്ധപ്പെട്ട് അവർക്ക് അവരുടെ വേറെ എന്തെങ്കിലും അച്ചീവ്മെൻറ്റ്സ് അതിൽ നമ്മൾ സന്തോഷിക്കുക, കുഞ്ഞുങ്ങളുണ്ടായി സന്താനഭാഗ്യം ഉണ്ടാവുക, ഇങ്ങനെ ആദിയായ കാര്യങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള രാശിയാണ് മേടം രാശി. മേടം രാശിക്കാർക്ക് സൂര്യൻ്റെ ഈ ഒരു രാശിമാറ്റം ഗുണഫലങ്ങളെയാണ് കൊടുക്കുന്നത്. വാഹനങ്ങൾ വാങ്ങാൻ ആഗ്രഹിക്കുന്നവർ, അതുപോലെ സഹോദരങ്ങളുടെ ഭാഗത്ത് നിന്ന് ഗുണാനുഭവങ്ങൾ കിട്ടുന്നവർ, മേടം രാശിയിൽപ്പെട്ട ആൾക്കാരുടെ സഹോദരങ്ങൾക്ക് എന്തെങ്കിലും നേട്ടങ്ങളൊക്കെ കിട്ടുന്നതിന് സാധിക്കുന്ന സമയം. അങ്ങനെ മേടം രാശിക്കാർക്ക് സൂര്യൻ്റെ ഈ ഒരു സംക്രമണം ഗുണഫലങ്ങളെയാണ് നൽകുന്നത്. അടുത്തത് ഇടവം രാശിക്കാരാണ്. കാർത്തിക അവസാന മുക്കാൽ ഭാഗം, രോഹിണി, മകയിരം ആദ്യ പകുതിയിൽപ്പെട്ട നക്ഷത്രങ്ങൾ. ഇടവം രാശിയുടെ 4-ാം ഭാവത്തിൻ്റെ അധിപതിയായ സൂര്യൻ 2-ാം ഭാവത്തിലൂടെ സഞ്ചരിക്കുകയാണ്. ഇടവം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ധനപരമായിട്ട് പുഷ്ടി ഉണ്ടാകും. 2-ാം ഭാവം എന്ന് പറയുന്നത് അർത്ഥം, കുടുംബം, വാക്ക് എന്നൊക്കെയാണ്. അപ്പോൾ ആ ഒരു അർത്ഥം, പണം, സാമ്പത്തികമായിട്ട് നേട്ടങ്ങൾ ഉണ്ടാകുന്നതിന് സാധ്യതയുള്ള ഒരു സമയമാണ്. ഉദാഹരണത്തിന്, ജോലിയുള്ള, ഗവൺമെൻറ്റുമായി ബന്ധപ്പെട്ട് ജോലി ഉള്ള ആൾക്കാർക്കാണെങ്കിൽ സാലറി വർധനവ് ഉണ്ടാകുന്നതിന് സാധിക്കുന്ന ഒരു സമയം. ഗവൺമെൻറ് ജോലി അല്ലെങ്കിൽ എക്സ്പെക്റ്റ് ചെയ്തിരിക്കുന്ന, ഗവൺമെൻറ് അല്ലെങ്കിൽ മറ്റ് ഇതര സ്ഥാപനങ്ങളിൽ ജോലി എക്സ്പെക്റ്റ് ചെയ്തിരിക്കുന്ന ആൾക്കാർക്ക് അത് കിട്ടുന്ന ഒരു സമയമാണ്. സർക്കാരിൽ നിന്ന് ഗ്രാൻറ്റുകൾ, അംഗീകാരങ്ങൾ, അവാർഡുകൾ അതൊക്കെ കിട്ടുന്നതിന് സാധിക്കുന്ന സമയം. ഖ്യാതിയും കൂടിയാണ് 2-ാം ഭാവം എന്ന് പറയുന്നത്. മീൻസ് പബ്ലിസിറ്റി. അപ്പം നമ്മളെ കുറിച്ച് 10 ആൾക്കാർ ഗുണം പറയുന്ന ഒരു സമയമാണ്. പക്ഷെ കുടുംബത്തിനകത്ത് തർക്കം, അഭിപ്രായ വ്യത്യാസം, ആദിയായ വിഷയങ്ങൾ ഉണ്ടാകാം. മാതാവുമായിട്ട് ബന്ധപ്പെട്ട് അമ്മയ്ക്ക് എന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അമ്മയുടെ ചികിത്സാർത്ഥം പൈസ ചിലവാകുന്ന ഒരു സമയവും കൂടിയായിരിക്കും ഈ ഒരു സമയം. അമ്മയുമായിട്ട് അഭിപ്രായ വ്യത്യാസം, തർക്കം ഇതൊക്കെ ഉണ്ടാകുന്നതിനും സാധ്യതയുള്ള ഒരു സമയമാണ്. ഇടവം രാശിക്കാരെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ, അതുപോലെ തന്നെ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ തല്ല് മീൻസ് അഭിപ്രായ വ്യത്യാസമൊക്കെ ഉണ്ടായിട്ട് രണ്ടുപേരും കൂടി പിണങ്ങിയിരിക്കുക, അതിനൊക്കെ സാധ്യതയുള്ള ഒരു കാലഘട്ടമാണ്. വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു സമയമാണ്. അപ്പോൾ ആരെങ്കിലും വാക്കുകൾ അഡ്ജസ്റ്റ് ചെയ്തൊക്കെ ക്ഷമിച്ച് ഒക്കെ പോവുകയാണെന്നുണ്ടെങ്കിൽ ഈ പ്രശ്നം ഉണ്ടാകാതെ
സൂക്ഷിക്കാനായിട്ട് സാധിക്കും. അങ്ങനെയുള്ള ചെറിയൊരു പ്രോബ്ലം ഇടവൻ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു സൂര്യ സംക്രമണത്തിൻ്റെ ഫലമായിട്ട് ഉണ്ടാകുന്നു. അടുത്തത് മിഥുനം രാശിക്കാരാണ്. മകയിരം അവസാന പകുതി, തിരുവാതിര, പുണർതം ആദ്യം മുക്കാൽ ഭാഗത്തിൽപ്പെട്ട നക്ഷത്രങ്ങൾ. മിഥുനം രാശിയുടെ 3-ാം ഭാവത്തിൻ്റെ അധിപതിയായ സൂര്യൻ മിഥുനം രാശിയിലേക്കാണ് സംക്രമിച്ചിരിക്കുന്നത്. മിഥുനം രാശിക്കാർക്ക് ഒട്ടും ഗുണകരമായിട്ടുള്ള ഒരു സമയം അല്ല. ജന്മത്തിലിരിക്കുന്ന സൂര്യനാണ്, അപ്പോൾ ടെൻഷൻസ് കൂടുന്നതിന് സാധ്യതയുള്ള ഒരു സമയമാണ്. എന്നാൽ കലാസാഹിത്യ രംഗത്തൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് നേട്ടമുണ്ടാകും, കാരണം മിഥുനം രാശിയിലുള്ള സൂര്യൻ്റെ സംക്രമണമാണ്. അതുപോലെ പബ്ലിക് ഇൻട്രാക്ഷനോടുകൂടി ജോലി എടുക്കുന്ന ആൾക്കാർ, ടീച്ചർ, അഡ്വക്കേറ്റ്, ഡോക്ടർ, കൺസൾട്ടൻസ്, ഇങ്ങനെയൊക്കെയുള്ള ആൾക്കാർ, അങ്ങനെയൊക്കെയുള്ളവർക്ക് നേട്ടം, കച്ചവട രംഗത്ത് പ്രവർത്തിക്കുന്ന ആൾക്കാർക്കൊക്കെ നേട്ടം ഉണ്ടാകുന്ന ഒരു സമയമാണ്. പക്ഷെ നമുക്ക് ചൂട് വർദ്ധിക്കുന്ന സമയം, ടെൻഷൻ കൂടുന്ന ഒരു സമയമാണ്. അതുപോലെ ഹെൽത്ത് പ്രോബ്ലംസ് ഉണ്ടാകുന്നതിന് സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് നേത്രരോഗങ്ങൾ, ശിരോരോഗങ്ങൾ ആദ്യമായ വിഷയങ്ങളൊക്കെ ഉണ്ടാകുന്നതിന് സാധ്യതയുള്ള ഒരു സമയമാണ്. സ്കിന്നുമായിട്ട് ബന്ധപ്പെട്ട് ഡ്രൈനെസ് ഉണ്ടാകാം, അല്ലെങ്കിൽ ചെറിയ കുരുക്കൾ പോലെയോ, നമുക്ക് ഡാൻഡ്രഫ്, തലയിലെ താരൻ പോലുള്ള കാര്യങ്ങൾ, ഇതൊക്കെ ഉണ്ടാകാനൊക്കെ സാധ്യതയുള്ള ഒരു സമയം. ഈ ഒരു കാലഘട്ടം മിഥുനം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ശിവഭഗവാനെ പ്രാർത്ഥിക്കുന്നത് വളരെ നല്ലതായിരിക്കും. ശിവക്ഷേത്ര ദർശനം നടത്തുന്നതും ശിവക്ഷേത്രത്തിലെ ഭഗവാന് ധാര കൊടുക്കുന്നത് നല്ലതാണ്. ശിവലിംഗം തണുക്കുന്നതിനനുസരിച്ച് നമുക്കും ഒരു തണുപ്പ്, ടെൻഷൻ കുറഞ്ഞിരിക്കും. അപ്പോൾ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഇതര മതവിശ്വാസികൾ അവരവരുടെ മതവിശ്വാസം അനുസരിച്ചിട്ടുള്ള പ്രാർത്ഥനകളൊക്കെ ചെയ്തു പോവുകയാണെങ്കിൽ മിഥുനം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം കുറച്ച് നമ്മുടെ സ്ട്രെസ്സ് ഒന്ന് കുറച്ച് കൊണ്ടുവരാനായിട്ട് സാധിക്കും. അടുത്തത് കർക്കിടകം രാശിക്കാരാണ്. പുണർതം അവസാന കാൽഭാഗം, പൂയം, ആയില്യം നക്ഷത്രങ്ങളാണ് കർക്കിടകം രാശിയിൽപ്പെട്ട നക്ഷത്രങ്ങൾ. കർക്കിടകം രാശിയുടെ 2-ാം ഭാവാധിപതിയായ സൂര്യൻ 12-ാം ഭാവത്തിലൂടെ സഞ്ചരിക്കുകയാണ്. കർക്കിടകം രാശിക്കാരെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അത്ര ഗുണകരമായിട്ടുള്ള ഒരു സമയം ആയിരിക്കുകയില്ല. കാര്യം എന്ന് വെച്ചാൽ, ഇപ്പോൾ നമ്മൾ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നത്, അപ്പോൾ നമ്മൾ ട്രാൻസ്ഫറൊക്കെ എക്സ്പെക്റ്റ് ചെയ്തിരിക്കുന്നവരാണെങ്കിൽ അത് സാധിച്ചു കിട്ടുന്ന ഒരു സമയമാണ്. നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നിടത്തു നിന്ന് മാറി വേറൊരു സ്ഥലത്തേക്ക് നമ്മൾ വിചാരിക്കാതെ തന്നെ മാറിപ്പോവുക, അല്ലെങ്കിൽ വേറെ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാർ പുതിയ ഒരു ജോബ് സെർച്ച് ചെയ്യുന്നതിന് വേണ്ടി ചെയ്തുകൊണ്ടിരിക്കുന്നത് സ്വിച്ച് ഓഫ് ചെയ്തിട്ട് പുതിയതിലോട്ട് കയറാൻ ഒന്നും സാധിക്കുന്ന ഒരു സമയമല്ല. ജോലി പുതിയത് നേടിയിട്ട് മാത്രം ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലിയിൽ നിന്നും മാറിപ്പോകുന്നതായിരിക്കും ബുദ്ധി, അല്ലെങ്കിൽ ജോലി കിട്ടുന്നതിന് കുറച്ച് പ്രയാസം 1 മാസം ഉണ്ടാകും എന്ന് അർത്ഥം. അതുപോലെ തന്നെ ധനപരമായിട്ട് നമുക്ക് ധാരാളം ചിലവുകൾ, അതായത് പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള ചിലവുകൾ വരുന്നതിന് സാധ്യതയുണ്ട്. കണ്ണിനോ ചെവിക്കോ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ വരുന്നതിന് സാധ്യതയുള്ള ഒരു സമയം. അസിഡിറ്റി പോലത്തെ വിഷയങ്ങളൊക്കെ ഉള്ള ആൾക്കാരാണെങ്കിലും പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക. അസുഖം വർദ്ധിക്കുന്നതിനൊക്കെ സാധിക്കുന്ന ഒരു അസുഖം വർദ്ധിക്കുന്നതിന് സാധ്യതയുള്ള ഒരു സമയമാണ്. അപ്പോൾ ആ ഒരു കാര്യത്തിൽ, ആരോഗ്യ വിഷയങ്ങളിൽ വളരെ നല്ലൊരു കരുതൽ ആവശ്യമുള്ള ഒരു സമയമാണിത്. അപ്പോൾ കർക്കിടകൻ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള ഒരു ഫലമായിരിക്കും. അടുത്തത് ചിങ്ങം രാശിക്കാരാണ്. ചിങ്ങം രാശി അധിപതി സൂര്യനാണ്. ആ സൂര്യൻ ചിങ്ങം രാശിയുടെ 11-ാം ഭാവത്തിലൂടെ സഞ്ചരിക്കുകയാണ്. ചിങ്ങം രാശിക്കാർക്ക് സൂര്യൻ്റെ ഈ രാശിമാറ്റം ഗുണഫലങ്ങളെയാണ് നൽകുന്നത്. ഏകാദശേന വിത്തസ്യ ലാഭവും ദുഃഖനാശവും. പൈസ വരും, സങ്കടങ്ങൾ മാറിപ്പോകും. പൈസ വരിക എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഗവൺമെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട് ലോണുകൾ, കാര്യങ്ങൾ, ഇതിനൊക്കെ അപ്ലൈ ചെയ്തിരിക്കുന്നവർ, അല്ലെങ്കിൽ എന്തെങ്കിലും ഗ്രാൻറ്റുകൾ കിട്ടാനുള്ളവർ, പെൻഷൻ പോലുള്ള കാര്യങ്ങൾ കിട്ടാനുള്ളവർ, അവർക്കത് കിട്ടുന്ന സമയം. നമുക്ക് അരിയറുകളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ കിട്ടുന്ന സമയം. അപ്പോൾ നമ്മൾ പരീക്ഷ, കുഞ്ഞുങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു പരീക്ഷകളിലെ ഉന്നത വിജയം സാധ്യമാകുന്ന ഒരു സമയം. അതായത് കർമ്മരംഗത്ത് വളരെയധികം ഗ്രോത്ത് ഉണ്ടാകുന്ന ഒരു സമയമാണ്. നമ്മുടെ ജോലി ഇല്ലാതെ വിഷമിച്ച് നമ്മൾ പുതിയൊരു ജോലിക്ക് വേണ്ടി അന്വേഷിച്ചിരിക്കുന്ന ആൾക്കാർക്കാണെങ്കിൽ അത് സാധിച്ചു കിട്ടുന്ന ഒരു സമയമാണിത്. ഉദ്യോഗം കിട്ടുന്ന സമയം, കളത്ര സൗഖ്യം ഉണ്ടാകുന്ന സമയം, ഭാര്യാഭർത്താക്കന്മാർ തമ്മിൽ സന്തോഷപൂർവ്വം പോകുന്നതിന് സാധിക്കുന്ന ഒരു സമയം, നമ്മളെക്കുറിച്ച് നല്ല പേര് ആൾക്കാർ പറയുന്നതിന് സാധിക്കുന്ന ഒരു സമയം. നമ്മൾ ഒരു വൈറലൊക്കെ ആവുന്ന ഒരു ടൈമായിരിക്കും. ഇപ്പോൾ സമയത്ത് എന്തെങ്കിലും എഴുതാനൊക്കെ കഴിവുള്ള ആൾക്കാർ, അല്ലെങ്കിൽ ഗവൺമെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും പ്രൊജക്റ്റ് വർക്കുകൾ, എന്തെങ്കിലും നമ്മൾ കോൺട്രാക്റ്റുകളൊക്കെ എടുക്കുമല്ലോ, അങ്ങനെയൊക്കെ എടുക്കുന്നതിനൊക്കെ അപ്ലൈ ചെയ്തിട്ട് നടക്കാതിരിക്കുകയാണെങ്കിൽ ഇപ്പോൾ അത് സാധിച്ചു കിട്ടും. നമ്മൾ ബില്ലുകൾ മാറാതിരിക്കുകയാണെങ്കിൽ അത് സാധിച്ചു കിട്ടും. അപ്പോൾ സർക്കാരുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിൽ വളരെയധികം വിജയമുണ്ടാകുന്ന ഒരു സമയമാണ്. ചിങ്ങം രാശിക്കാരെ സംബന്ധിച്ച് സർക്കാർ എന്ന് ഉദ്ദേശിച്ചത് ഗവൺമെൻറ് മാത്രമല്ല, നമ്മുടെ ഹയർ അതോറിറ്റി. അപ്പോൾ നമ്മുടെ ഒരു പ്രൈവറ്റ് സ്ഥാപനത്തിലാണ് വർക്ക് ചെയ്യുന്നതെങ്കിലും അവിടുത്തെ മേലധികാരിയുടെ പ്രീതിക്ക് പാത്രീഭവിക്കുന്ന ഒരു കാലഘട്ടമായിരിക്കും. അങ്ങനെ ചിങ്ങം രാശിക്കാർക്കും ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള, വളരെ മനോഹരമായിട്ടുള്ള ഒരു സമയമാണ് ഈ നടക്കുന്നത്. അടുത്തത് കന്നി രാശിക്കാരാണ്.
ഉത്രം അവസാന മുക്കാൽ ഭാഗം, അത്തം, ചിത്തിര ആദ്യ പകുതിയിൽപ്പെട്ട നക്ഷത്രങ്ങളാണ് കന്നി രാശിയിൽപ്പെട്ട നക്ഷത്രങ്ങൾ. കന്നി രാശിയുടെ 12-ാം ഭാവത്തിൻ്റെ സ്വാമിയായ സൂര്യൻ 10-ാം ഭാവത്തിലൂടെ സഞ്ചരിക്കുകയാണ്. കന്നി രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം കരിയറിൽ ഗ്രോത്ത് ഉണ്ടാകും. പുതിയ ജോലി കാര്യങ്ങൾ അതെല്ലാം കിട്ടുന്നതിന് സാധ്യതയുള്ള ഒരു സമയം. സർവ്വകാര്യ വിജയം ഉണ്ടാകും. പക്ഷേ ഐശ്വര്യത്തിന് ചെറിയ ഒരു കമ്മി ജോലി സ്ഥലത്തുണ്ടാകും. കാര്യം എന്ന് വെച്ചാൽ നമുക്കൊരു പ്രൊമോഷനോ അല്ലെങ്കിൽ എന്തെങ്കിലും എക്സ്പെക്റ്റ് ചെയ്യുകയാണെങ്കിൽ അത് കിട്ടുന്നതിന് ജൂലൈ 10 കഴിയേണ്ടി വരും. ഈശ്വരനും കൂടി വിചാരിക്കണമല്ലോ. ഈശ്വരൻ ഇവിടെ അസ്തമിച്ചിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് വ്യാഴം അസ്തമിച്ചിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ആ ഒരു ബ്ലെസ്സിങ് കിട്ടുക അതിന് പ്രയാസമാണ്. ഈശ്വരീയമായ ജോലികൾ ചെയ്യുന്ന ആൾക്കാർ, അതായത് ശാന്തി അങ്ങനെ ഇങ്ങനെയൊക്കെയുള്ള ജ്യോതിഷം ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ, ഇങ്ങനെയൊക്കെ ഉള്ളവർക്കൊക്കെ പ്രയാസകരമായിട്ടുള്ള ഒരു സമയമായിരിക്കും. ഈശ്വരൻ്റെ അനുഗ്രഹം കുറഞ്ഞു പോകുന്ന ഒരു സമയമാണ്. അപ്പോൾ പ്രാർത്ഥന കുറച്ചുകൂടി ബലപ്പെടുത്തണമെന്ന് അർത്ഥം. അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു കർമ്മരംഗത്ത് പുരോഗതി, വ്യവഹാരങ്ങളിൽ വിജയമുണ്ടാകുന്ന ഒരു സമയമാണ്. വ്യവഹാരം എന്ന് വെച്ചാൽ കോടതിയുമായിട്ട് ബന്ധപ്പെട്ട കേസ്, വഴക്ക്, തർക്കങ്ങൾ മുതലായ കാര്യങ്ങളിൽ വിജയമുണ്ടാകുന്ന ഒരു സമയമാണിത്. കർമ്മരംഗത്ത് പുരോഗതി ഉണ്ടാകും. സർവ്വകാര്യങ്ങളിലും വിജയം കിട്ടുന്ന ഒരു സമയം. പ്രമോഷനോ മറ്റോ എക്സ്പെക്റ്റ് ചെയ്തിരിക്കുകയാണെങ്കിൽ അതൊക്കെ സാധിച്ചു കിട്ടുന്ന ഒരു സമയമാണ്. ഗവൺമെൻറ്റുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഫയലുകൾ ഒപ്പിട്ട് വാങ്ങുക, പേപ്പറുകൾ, ലോണുകൾ പാസ്സാവുക, ഇങ്ങനെയുള്ള നേട്ടങ്ങൾ, അതിനകത്തൊക്കെ വിജയമുണ്ടാകുന്ന ഒരു സമയം. പ്രമോഷനൊക്കെ ഉറപ്പായിട്ടും കിട്ടുന്ന ഒരു കാലഘട്ടവും കൂടിയാണിത് കന്യരാശിക്കാരെ സംബന്ധിച്ചിടത്തോളം. അടുത്തത് തുലാം രാശിക്കാരാണ്. തുലാം രാശിയിൽപ്പെട്ട നക്ഷത്രങ്ങളെ ചിത്തിര അവസാന പകുതി, ചോതി, വിശാഖം ആദ്യ മുക്കാൽ ഭാഗത്തിൽപ്പെട്ട നക്ഷത്രങ്ങളാണ്. തുലാം രാശിയുടെ 11-ാം ഭാവാധിപതിയായ സൂര്യൻ 9-ാം ഭാവത്തിലൂടെ സഞ്ചരിക്കുകയാണ്. അപ്പോൾ ഈ തുലാം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം അത്ര ഗുണകരമായിട്ടുള്ള ഒരു സമയം അല്ല ഇത്. ഭാഗ്യത്തിന് ചെറിയൊരു കുറവുണ്ടാകുന്ന ഒരു സമയമാണിത്. പിതാവുമായിട്ട് ബന്ധപ്പെട്ട് അദ്ദേഹത്തിൻ്റെ ആരോഗ്യ വിഷയങ്ങളിൽ നല്ല ശ്രദ്ധ ആവശ്യമുള്ള ഒരു സമയം. അതായത് ഹൃദയവുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും വിഷയങ്ങളൊക്കെ അച്ഛനുണ്ടെന്നുണ്ടെങ്കിൽ അത് വളരെ ശ്രദ്ധിക്കുക. അദ്ദേഹത്തിന് ആരോഗ്യപരമായിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നു പോകാനുള്ള സാധ്യതയുണ്ട്. തൊഴിൽ രംഗത്ത് ചെറിയ കോട്ടങ്ങൾ സംഭവിക്കാനുള്ള, നമ്മൾ എന്തെങ്കിലും ഇതുപോലെ പ്രമോഷനോ അല്ലെങ്കിൽ നമ്മൾ ട്രാൻസ്ഫറോ എന്തെങ്കിലുമൊക്കെ നമ്മൾ പ്രതീക്ഷിച്ചിരിക്കുകയാണെങ്കിൽ തടസ്സപ്പെട്ടു പോകും. അത് സാധിച്ചു കിട്ടാനായിട്ട് ഇച്ചിരി പ്രയാസമുള്ള ഒരു സമയമാണ്. ഭാര്യയുമായിട്ട് ബന്ധപ്പെട്ട് ചിന്തിക്കുകയാണെങ്കിൽ നമ്മുടെ ജീവിത പങ്കാളിയുടെ ആരോഗ്യത്തിന് ചെറിയ കുറവുണ്ടാകുന്ന ഒരു സമയമാണ്. അതുപോലെ തന്നെ നമുക്ക് എന്തെങ്കിലും കാര്യങ്ങളിൽ ഇറങ്ങുമ്പോൾ ഭാഗ്യത്തിന് കുറവ് വരുമ്പോൾ അവിടെ പരാജയമുണ്ടാകും. അങ്ങനെയൊക്കെ ചെറിയ ഒരു ബുദ്ധിമുട്ടുള്ളൊരു സമയമാണിത്. ഭാഗ്യാദി വർധനവിനായിട്ട് പ്രത്യേകിച്ച് ഭാഗ്യസൂക്തങ്ങൾ കാര്യങ്ങളൊക്കെ കൊടുക്കുന്നതും അങ്ങനെ പ്രാർത്ഥിക്കുന്നതും, ശിവക്ഷേത്രത്തിൽ ഭാഗ്യസൂക്തം കൊടുക്കുന്നതും ഭഗവാനെ പ്രാർത്ഥിക്കുന്നതും നല്ലതായിരിക്കും. അതുപോലെ പിതാവിന് വേണ്ടിയിട്ട് മൃത്യുഞ്ജയ അർച്ചനകൾ കൊടുക്കുന്നത് നല്ലതാണ്. സ്വന്തമായിട്ട് തന്നെ അസിഡിറ്റി പോലത്തെ വിഷയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ശ്രദ്ധിക്കുക. ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ ഐക്യത്തിന് വേണ്ടിയിട്ട് ദമ്പതി ഐക്യത്തിനായിട്ട് ഐക്യമത്യ സൂക്തം കൊടുത്ത് ഭഗവാനെ പ്രാർത്ഥിക്കുന്നത് നല്ലതാണ്. അങ്ങനെയൊക്കെ ചെയ്തുകൊണ്ടിരുന്നാൽ മാത്രമേ നമ്മുടെ ഈ ഒരു മാസം, അത് പ്രത്യേകിച്ച് ജൂലൈ 10 വരെയുള്ള സമയം സന്തോഷകരമായിട്ട് പോകാനായിട്ട് സാധിക്കുകയുള്ളൂ. അടുത്തത് വൃശ്ചികം രാശിക്കാരാണ്. വൃശ്ചികം രാശിയിൽപ്പെട്ട നക്ഷത്രങ്ങൾ വിശാഖം അവസാന കാൽഭാഗം, അനിഴം, തൃക്കേട്ട നക്ഷത്രങ്ങളാണ്. വൃശ്ചികം രാശിയുടെ 10-ാം ഭാവാധിപതിയായ സൂര്യൻ 8-ാം ഭാവത്തിലൂടെ സഞ്ചരിക്കുകയാണ്. വൃശ്ചികം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഒട്ടും ഗുണകരമായിട്ടുള്ള ഒരു സമയം അല്ല ഇത്. ദേഹസൗഖ്യം കുറഞ്ഞു പോകുന്ന ഒരു സമയമാണ്. ആരോഗ്യപരമായിട്ട് എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നതിന് സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് ഹൃദയ സംബന്ധമായിട്ടൊക്കെ രോഗമുള്ള ആൾക്കാർ വളരെയധികം ശ്രദ്ധിച്ചിരിക്കണം, നന്നായി പ്രാർത്ഥിക്കേണ്ട ഒരു കാലഘട്ടമാണിത്. സ്ഥാനഭ്രംശം ഉണ്ടാകുന്നതിന് സാധ്യതയുണ്ട്. ജോലി മാറ്റം ഉണ്ടാകുന്നതിന് സാധ്യതയുള്ള ഒരു സമയമാണ്. ശിരോരോഗങ്ങളോ നേത്രരോഗങ്ങളോ ഉണ്ടാകുന്നതിന് സാധ്യതയുള്ള ഒരു സമയമാണ്. രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്ന ആൾക്കാർ ശത്രുത ധാരാളമായി വർദ്ധിക്കുന്ന ഒരു കാലഘട്ടം. ഗവൺമെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും നമ്മൾ നേട്ടങ്ങൾ പ്രതീക്ഷിച്ചിരിക്കുന്ന ആൾക്കാർ, അതായത് ജോലിയുമായി ബന്ധപ്പെട്ട് പ്രമോഷൻ കിട്ടുന്നവർ അല്ലെങ്കിൽ ജോലി കിട്ടാൻ വേണ്ടി ആഗ്രഹിച്ചിരിക്കുന്നവർ, ഇവർക്കെല്ലാം ഗുണകരമായിട്ടുള്ള ഒരു സമയമല്ല. സ്കിൻ ഡിസീസ് വരുന്നതിന് സാധ്യത വളരെ കൂടുതലാണ്. ചെറിയ കുരുക്കൾ പോലെയോ അല്ലെങ്കിൽ ഡ്രൈ സ്കിൻ ഉണ്ടാവുക, ഡാൻഡ്രഫ് ഉണ്ടാവുക, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ വരുന്ന ഒരു സമയമാണ്. ശിവഭഗവാനെ നന്നായി പ്രാർത്ഥിക്കുക. ചന്ദ്രശേഖര അഷ്ടകം ജപിക്കുന്നത് നല്ലതാണ്. ഭഗവാന്റെ പ്രീതി ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ ഈ പ്രശ്നങ്ങളിൽ ചെറിയൊരു ആശ്വാസം ലഭിക്കും. ആരോഗ്യ വിഷയങ്ങളിലൊക്കെ നല്ല മാറ്റമുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാം. അടുത്തത് ധനുരാശിക്കാരാണ്. മൂലം, പൂരാടം, ഉത്രാടം ആദ്യ കാൽഭാഗത്തിൽപ്പെട്ട നക്ഷത്രങ്ങൾ.
ധനുരാശിയുടെ 9ാം ഭാവത്തിൻ്റെ അധിപതിയായ സൂര്യൻ 7ാം ഭാവത്തിലൂടെ സഞ്ചരിക്കുകയാണ്. ധനുരാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ആരോഗ്യക്കുറവ് ഉണ്ടാകുന്നതിന് സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ഭാര്യാഭർത്താക്കന്മാർ തമ്മിൽ അനുരാഗത്തിന് കുറവുണ്ടാകുന്നതിന് സാധ്യത, ജീവിത പങ്കാളിയുടെ ആരോഗ്യവുമായിട്ട് ബന്ധപ്പെട്ട് ശ്രദ്ധിക്കേണ്ട ഒരു സമയമാണ്. അതുപോലെ തന്നെ നമ്മൾ കല്യാണം നോക്കിയിരിക്കുന്ന ആൾക്കാരുണ്ടല്ലോ, വിവാഹ ആലോചനകൾ നടത്തിയിരിക്കുന്നവർ, അവർക്ക് ഈ ഒരു സമയത്ത് ഒരു കല്യാണം തരപ്പെട്ട് കിട്ടുന്നതിനൊക്കെ പ്രയാസമാണ് ഈ ഒരു മാസം. അതായത് ജൂൺ 15 മുതൽ ജൂലൈ 16 വരെയുള്ള സമയം അതിന് പ്രയാസമാണ്. ഭാര്യാഭർത്താക്കന്മാർ തമ്മിൽ തർക്കം, അഭിപ്രായ വ്യത്യാസം ഇതൊക്കെ ഉണ്ടാകുന്നതിന് സാധ്യത. അവർ തമ്മിൽ എന്തെങ്കിലും ഡിവോഴ്സ് പോലുള്ള കാര്യങ്ങളോ അങ്ങനെയൊക്കെ ഇരിക്കുന്നവരാണെങ്കിൽ അത്ര സുഖപ്രദമല്ല. നിങ്ങൾ ആഗ്രഹം പോലെ തന്നെ ഡിവോഴ്സായി പോകും, അതിനൊക്കെ ഉള്ള സാധ്യതയുണ്ട്. ഭാര്യാഭർത്താക്കന്മാർ തമ്മിൽ പിണങ്ങി ഒരു മാറിയിരിക്കാനുള്ള സാധ്യത, അതൊക്കെ ഉള്ളൊരു സമയമാണ് ഈ ഒരു കാലഘട്ടം. കർമ്മരംഗത്തും ഇതുപോലെ തന്നെ ഉയർച്ച താഴ്ചകളായിരിക്കും. നമ്മൾ വിചാരിക്കുന്ന രീതിയിൽ കരിയർ നന്നായിട്ട് മുന്നോട്ട് പോകുന്നതിന് പ്രയാസമുള്ള ഒരു സമയമാണ്. സാമ്പത്തിക കാര്യങ്ങളിലും ചിലവ് വർദ്ധിച്ചു പോകുന്ന ഒരു കാലഘട്ടവും കൂടിയാണ് ഈ ഒരു സമയം. അടുത്തത് മകരം രാശിക്കാരാണ്. മകരം രാശിയിൽപ്പെട്ട നക്ഷത്രങ്ങൾ ഉത്രാടം അവസാന മുക്കാൽ ഭാഗം, തിരുവോണം, അവിട്ടം ആദ്യ പകുതിയിൽപ്പെട്ട നക്ഷത്രങ്ങളാണ്. മകരം രാശിയുടെ അഷ്ടമാധിപതിയായ സൂര്യൻ 6ാം ഭാവത്തിലൂടെ സഞ്ചരിക്കുകയാണ്. മകരം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം വരവുണ്ടാകും, പക്ഷേ ഇൻകം ഈക്വൽസ് എക്സ്പെൻഡിച്ചർ, വരവ് പോലെ തന്നെ 1 രൂപയും സേവ് കാണത്തില്ല, വരവും ഉണ്ടാവും, പക്ഷെ അതുപോലെ തന്നെ ചിലവും ഉണ്ടായി പോകുന്നതിന് സാധ്യതയുണ്ട്. സുഹൃത്തുക്കളെ വിശ്വസിക്കാൻ പറ്റിയ ഒരു സമയം അല്ല ഇത്. കൂട്ടുകാർ ട്രസ്റ്റ് വർത്തി ആയിട്ടുള്ള ആൾക്കാർ പോലും നമ്മൾക്ക് എന്തെങ്കിലും പാരയൊക്കെ പണിയാനൊക്കെ സാധ്യതയുള്ള ഒരു സമയമാണിത്. ആരോഗ്യകാര്യങ്ങൾ ഉണ്ടാകുന്നതിന് സാധ്യതയുണ്ട്, അതായത് നേത്രരോഗങ്ങളോ മറ്റോ ഉണ്ടാകുന്നതിന് സാധ്യതയുള്ള ഒരു സമയമാണ്. കള്ളന്മാരുടെ ശല്യം ഉണ്ടാകുന്നതിന് സാധ്യതയുള്ള ഒരു സമയമാണ്. ശ്രദ്ധ ആവശ്യമുണ്ട് എന്ന അർത്ഥം. ചില കുഞ്ഞു കുഞ്ഞു ദുഃഖങ്ങളൊക്കെ വരാൻ സാധ്യത കൂടിയ ഒരു സമയമാണ്. ശിവഭഗവാനെ നന്നായി പ്രാർത്ഥിച്ചിരിക്കേണ്ട ഒരു കാലഘട്ടമാണിത്. ഭഗവാന് ശിവക്ഷേത്രത്തിൽ ഭഗവാന് ഭാഗ്യസൂക്തം കൊടുക്കുന്നതും മൃത്യുഞ്ജയ അർച്ചന കൊടുക്കുന്നതുമൊക്കെ നല്ലതായിരിക്കും. ചന്ദ്രശേഖരാഷ്ടകം നിത്യവും ജപിക്കുക. ചന്ദ്രശേഖരാഷ്ടകം ജപിക്കാൻ അറിയാൻ പാടില്ല എന്നുണ്ടെങ്കിൽ യൂട്യൂബ് എടുത്ത് വെച്ച് യൂട്യൂബിനകത്ത് ചന്ദ്രശേഖരാഷ്ടകം വീഡിയോ കാണും, അപ്പോൾ അതെടുത്ത് കേൾക്കുന്നതെങ്കിൽ നല്ലതായിരിക്കും. അങ്ങനെയൊക്കെ ചെയ്തു പോവുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു സമയത്തെ നമുക്ക് ഓവർകം ചെയ്തു പോകാനായിട്ട് സാധിക്കും. കുഞ്ഞു കുഞ്ഞു പ്രയാസങ്ങൾക്ക് സാധ്യതയുള്ള ഒരു സമയമാണ്. അടുത്തത് കുംഭം രാശിക്കാരാണ്. കുംഭം രാശിയിൽപ്പെട്ട നക്ഷത്രങ്ങൾ അവിട്ടം അവസാന പകുതി, ചതയം, പൂരുരുട്ടാതി ആദ്യ മുക്കാൽ ഭാഗത്തിൽപ്പെട്ട നക്ഷത്രങ്ങളാണ്. കുംഭം രാശിയുടെ 7ാം ഭാവത്തിൻ്റെ അധിപതിയായ സൂര്യൻ 5ാം ഭാവത്തിലൂടെ സഞ്ചരിക്കുകയാണ്. കുംഭം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ സർക്കാരുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിനൊന്നും ഗുണം കിട്ടുന്ന ഒരു സമയം അല്ല ഇത്. ധനപരമായിട്ട് നല്ല ചിലവുണ്ടാകുന്ന ഒരു കാലഘട്ടമാണിത്. കുടുംബജീവിതം നന്നായിട്ട് ഭാര്യാഭർത്താക്കന്മാർ തമ്മിൽ സ്നേഹമായിട്ടിരിക്കുകയാണെങ്കിലും വളരെ കെയർഫുള്ളായിട്ട് സംസാരിക്കുക, അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്ത് ജീവിച്ചു പോയില്ല എന്നുണ്ടെങ്കിൽ കുടുംബ കലഹം ഉണ്ടാകുന്നതിന് സാധ്യതയുണ്ട്. കുഞ്ഞുങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് സന്തോഷക്കുറവ് വന്നു പോകാനൊക്കെ ഉള്ള സാധ്യത കുംഭം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. വ്യാഴം അസ്തമിച്ചും ഇരിക്കുകയാണ്. നന്നായിട്ട് പ്രാർത്ഥിക്കുക. പ്രാർത്ഥന ആവശ്യമുള്ള ഒരു കാലഘട്ടമാണ്. ഉപാസനാ സ്ഥാനത്ത് വിഷ്ണുവിനെയും ശിവനെയും ഒരുമിച്ച് ചേർത്തിട്ട് ശങ്കരനാരായണ സ്വാമിയെ പ്രാർത്ഥിക്കുന്നത് നല്ലതാണ്. ഓം ഹ്രീം നമഃശിവായ, ഓം നമോ നാരായണായ എന്ന ശങ്കരനാരായണ സ്വാമിയുടെ പ്രാർത്ഥന ജപം നടത്തുകയാണെന്നുണ്ടെങ്കിൽ ഉയർച്ചയുണ്ടാകും. ഞാൻ ഈ പറഞ്ഞതുപോലെയുള്ള ബുദ്ധിമുട്ടുകൾ വരാതെ രക്ഷപ്പെട്ടു പോകുന്നതിനായിട്ട് സാധിക്കും. ശങ്കരനാരായണ സ്വാമി ക്ഷേത്രത്തിൽ ഞായറാഴ്ച ദിവസം രാവിലെ ഭഗവാന് ഭാഗ്യസൂക്തം കൊടുത്ത് പ്രാർത്ഥിക്കുക. അങ്ങനെ പ്രാർത്ഥിക്കുകയാണെന്നുണ്ടെങ്കിൽ നേട്ടങ്ങൾ ഉണ്ടാകുന്ന തടസ്സങ്ങളെല്ലാം മാറി ഒരു ഐശ്വര്യവർദ്ധനവ് ഉണ്ടാകുന്നതിനൊക്കെ സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് കുഞ്ഞുങ്ങളുടെ കാര്യത്തിൽ മാറ്റങ്ങൾ, ഉയർച്ചകൾ ഉണ്ടാകുന്നതിന് വളരെ നല്ല ഗുണപ്രദവും കൂടിയാണത്. അടുത്തത് മീനം രാശിക്കാരാണ്. മീനം രാശിയിൽപ്പെട്ട നക്ഷത്രങ്ങൾ പൂരുരുട്ടാതി അവസാന കാൽഭാഗം, ഉത്രട്ടാതി, രേവതി നക്ഷത്രങ്ങളാണ്. മീനം രാശിയുടെ 6ാം ഭാവാധിപതിയായ സൂര്യൻ 4ാം ഭാവത്തിലൂടെ സഞ്ചരിക്കുകയാണ്. മീനം രാശിക്കാർക്കും സുഖക്കുറവുണ്ടാകുന്ന ഒരു സമയമാണ്. സുഖഹാനി സംഭവിക്കുന്ന സമയം. അമ്മയുമായിട്ട് ബന്ധപ്പെട്ട് അമ്മയ്ക്ക് ആരോഗ്യ വിഷയങ്ങൾ ഉണ്ടാകുന്നതിന് സാധ്യതയുണ്ട്. മാതാവിന് പ്രത്യേകിച്ച് ഹൃദ്രോഗങ്ങളുള്ള ആൾക്കാർ, നേത്രരോഗങ്ങളുള്ള ആൾക്കാർ, അതൊക്കെ വളരെ സൂക്ഷിക്കേണ്ട ഒരു സമയമാണ്. വാഹനങ്ങൾക്ക് കേടുപാടുകളൊക്കെ ഉണ്ടാകുന്നതിന് സാധ്യതയുണ്ട്. വാഹനങ്ങൾ കൈകാര്യം ചെയ്യുന്നത് വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു സമയമാണ്. കാർഷിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് ഗുണകരമായിട്ടുള്ള ഒരു സമയം അല്ല ഇത്. കൃഷിനാശം ഉണ്ടാകുന്നതിനൊക്കെ സാധ്യതയുണ്ട്. കലഹങ്ങൾ കൂട്ടുകാരുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ സുഹൃത്തുക്കളുമായിട്ട് അത്രയും ആത്മമിത്രങ്ങളായിരിക്കുന്നവർ പോലും നമ്മളുമായിട്ട്
തർക്കിച്ച് അഭിപ്രായ വ്യത്യാസം ഉണ്ടാകുന്നതിന് സാധ്യത, കുടുംബത്തിനകത്ത് ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലും കുഞ്ഞുങ്ങൾ തമ്മിലും അല്ലെങ്കിൽ മാതാപിതാക്കളുമായിട്ടൊക്കെ കുഞ്ഞു കുഞ്ഞു തർക്കങ്ങൾക്ക് സാധ്യതയുള്ള ഒരു സമയമാണ്. മീനം രാശിക്കാർക്കും അത്ര ഗുണകരമായിട്ടുള്ള ഒരു സമയമല്ല ഈ ഒരു മിഥുന സംക്രമണം. മിഥുനത്തിലെ സൂര്യൻ്റെ സംക്രമണം എന്ന് പറയാം. നന്നായിട്ട് ഭഗവാനെ പ്രാർത്ഥിച്ചിരിക്കുക. ശിവക്ഷേത്ര ദർശനം നടത്തുന്നത് നല്ലതായിരിക്കും. തിങ്കളാഴ്ച ദിവസം ശിവക്ഷേത്ര ദർശനം നടത്തുക, ശിവഭഗവാനെ പ്രാർത്ഥിക്കുക, ചന്ദ്രശേഖര അഷ്ടകം കേൾക്കുക, അല്ലെങ്കിൽ ചന്ദ്രശേഖര അഷ്ടകം ജപിക്കാൻ അറിയാമെങ്കിൽ ജപിക്കുന്നത് നല്ലതായിരിക്കും. അതുപോലെ ശിവക്ഷേത്രത്തിലെ ശിവഭഗവാന് ധാരയും മൃത്യുഞ്ജയ അർച്ചനയും കൂവളമാലയും കൊടുക്കുന്നത് നല്ലതാണ്. ബുധൻ്റെ രാശിയിലിരിക്കുന്നത് കൊണ്ട് കൂവളമാല വളരെ വിശേഷമാണ്. അങ്ങനെ കൊടുത്ത് ശിവഭഗവാനെ നന്നായി പ്രാർത്ഥിച്ച് ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളീ പറഞ്ഞ ഈ കാര്യങ്ങളിൽ ഒരു 90% മാറ്റം പ്രതീക്ഷിക്കാം. പ്രാർത്ഥനയിലൂടെ നമ്മുടെ കണ്ണിൽ കൊള്ളാനുള്ള കാര്യങ്ങൾ പുരികത്തിലൂടെ തട്ടി മാറിപ്പോകുമെന്ന് പറയും. അപ്പോൾ നന്നായി പ്രാർത്ഥിച്ചിരിക്കുക. ഇതര മതവിശ്വാസികൾ അവരവരുടെ മതവിശ്വാസം അനുസരിച്ച് ഈശ്വര പ്രാർത്ഥന ചെയ്തു പോവുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു ദോഷകാലത്തെ നമുക്ക് ഓവർകം ചെയ്തു പോകുന്നതിനായിട്ട് സാധിക്കും. ജ്യോതിഷ സംബന്ധമായിട്ടുള്ള എല്ലാ സംശയങ്ങൾക്കും എൻ്റെ വാട്സപ്പ് നമ്പറുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ്. വീണ്ടും കാണാം. നന്ദി.